ജയ് ഗുരുദേവ്. ഈ വീഡിയോയിൽ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജിയുടെ സത്യാന്വേഷിക്കൊരു വഴികാട്ടിയിലെ ഒന്നാമത്തെ അധ്യായത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അധ്യായം 1. ഒരു ചെറിയ മാറ്റം. ജൂൺ 21, 1995. ബിഗ് സൂർ, കാലിഫോർണിയ. സംഭവത്തിനപ്പുറം ജ്ഞാനമുണ്ട്. വസ്തുവിനപ്പുറം അനന്തതയുണ്ട്. വ്യക്തിക്കപ്പുറം സ്നേഹമുണ്ട്. ശരിയായ ജ്ഞാനം ഒരു സംഭവമല്ല, അത് സംഭവങ്ങൾക്ക് അപ്പുറമാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അനുമാനം തെറ്റായി കലാശിക്കും. ഉദാഹരണത്തിന്, ഒരാൾ കോപിച്ച് ആരെയെങ്കിലും ശകാരിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയിലാണ് കോപത്തെ ആരോപിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ വേറെ ആരിൽ നിന്നോ ആണ് അയാൾക്ക് ആ കോപം പകർന്നത്. അയാളാകട്ടെ മറ്റൊരാളിൽ നിന്ന് കിട്ടി. അങ്ങനെ അങ്ങനെ അത് പോകുന്നു. അതുകൊണ്ട് സംഭവങ്ങളെ പൂർണ്ണമായും നോക്കിക്കാണണം. നിങ്ങൾക്കിവിടെ ജ്ഞാനം കണ്ടെത്താൻ കഴിയും. എല്ലാ സംഭവങ്ങളിലും നിങ്ങളുടെ അവബോധത്തെ ഏതെങ്കിലും വിധത്തിൽ നിറം പിടിപ്പിക്കും. സുഖം, ദുഃഖം, ഭയം, കോപം, അസൂയ തുടങ്ങിയവ. എന്താണ് യാഥാർത്ഥ്യം എന്നതിനെ തെറ്റായ കാഴ്ചപ്പാടാണ് ഒരു സംഭവം നിങ്ങൾക്ക് തരുന്നത്. സംഭവത്തിനപ്പുറം പോകുമ്പോൾ മാത്രമാണ് സത്യം ഉദയം കൊള്ളുന്നത്. പ്രത്യേക സംഭവങ്ങളുടെ നിറങ്ങൾക്കെല്ലാം അപ്പുറമാണ് സത്യം. എല്ലാ വസ്തുക്കളുടെയും പിന്നിൽ അനന്തതയാണ്. ഒരു വസ്തു പരിമിതമാണ്. വീണ്ടും ചെറുതാക്കി കഴിയുമ്പോൾ ആറ്റത്തിനും അനന്തമായ ആകാശതത്വം ഉണ്ട് എന്നറിയും. പ്രകടമായ ഈ പ്രപഞ്ചത്തിനു പിന്നിൽ പ്രകടമല്ലാത്ത ആകാശതത്വം, സ്പേസ്, ഉണ്ട്. ഓരോ വസ്തുവും ഈ ആകാശതത്വത്തിലേക്ക് വരികയും അതിൽ തന്നെ നിലകൊള്ളുകയും അനന്തമായ ആകാശതത്വത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെയും പിന്നിൽ സ്നേഹമുണ്ട്. ഓരോ വ്യക്തിയിലും ശരീരവും മനസ്സും പെരുമാറ്റങ്ങളുമടങ്ങിയ ഒരു സമുച്ചയം ഉണ്ട്. ഒരു വ്യക്തിത്വം മാറിക്കൊണ്ടിരിക്കും. അതിനപ്പുറം മാറാത്ത സ്നേഹമാണുള്ളത്. നിങ്ങൾ എന്താണോ അതാണ് സ്നേഹം. നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമ്പോൾ ആത്മാവിനെ കണ്ടെത്താൻ കഴിയും. സംഭവത്തിന് പിന്നിലുള്ള സംഭവമാണ് ജ്ഞാനം. വസ്തുവിന് പിന്നിലുള്ള വസ്തുവാണ് അനന്തത. വ്യക്തിക്ക് പിന്നിലുള്ള വ്യക്തിയാണ് സ്നേഹം. മായ മിഥ്യാബോധം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ സംഭവങ്ങളിലും വ്യക്തികളിലും വസ്തുക്കളിലും പെട്ടുകിടക്കുമ്പോഴാണ് മായ ഉണ്ടാകുന്നത്. ബ്രഹ്മൻ, ദൈവിക ചേതന. ബ്രഹ്മൻ ഇതിനെല്ലാം ഉപരിയായി കാണുന്നതാണ്. നോക്കൂ, ചെറിയൊരു മാറ്റം മാത്രം.